ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് ആയിരുന്നു. ശ്രീമതി അഞ്ജു ബോബി ജോർജ്, ഇവിടെ ഏറ്റവും മികച്ച ഒരു ഒളിമ്പ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ടിംഗ് അഭിമാനം എന്നതിനപ്പുറം അല്ലെങ്കിൽ എന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു ഷൂട്ടിംഗ് തലമുറയെ വാർത്തെടുത്ത ഒരു വലിയ പരിശീലനം കൂടിയാണ്. 49 വയസ്സിൽ മരിച്ചു പോകുന്നു പറയുമ്പോൾ അത് അങ്ങേറ്റം സങ്കടമാണ് അഞ്ജു. തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ മ്യൂണിക്കിന് തിരിച്ചു വരുന്നതിന്റെ വന്നു കഴിഞ്ഞ് ഡൽഹിയിലെത്തിയപ്പം ദേഹാസ്വസ്ഥ ഉണ്ടായി എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി എന്ന് ഞാനും അറിഞ്ഞില്ല. ഇറ്റ്സ് റിയലി ഷോക്കിംഗ് ന്യൂസ് ഫോർ ഈവൻ മീ. ഒരു അത്ലീറ്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് പല കോമ്പറ്റീഷൻസിലും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സുഹൃത്തായിരുന്നു. അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് അത്ലറ്റിക് കരിയർ കഴിഞ്ഞിട്ട് തിരിച്ച് സ്പോർട്ടിലേക്ക് വന്ന് വളരെ കുറച്ച് അത്ലീറ്റ്സിൽ ഒരാളാണ്. കോച്ചിങ് ഫീൽഡിൽ മനു ഭാക്കറിന്റെ കോച്ചായിട്ടും ബാക്കി ജൂനിയർ അത്ലീറ്റ്സിന്റെ കോച്ചായിട്ടും ഒക്കെ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. മനുവിന് ക്രിട്ടിക്കലായിട്ട് ഒളിമ്പിക്സിന്റെ സമയത്ത് ഒരു സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് ജസ്പാൽ ആക്ച്വലി നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ജസ്പാലിനെയാണ് ക്ലിയർ ചെയ്ത് വിട്ടത്. മൾട്ടിപ്പിൾ മെഡലുമായിട്ട് മനു തിരിച്ചു വന്ന ആ ഒരു സന്തോഷമൊക്കെ ആക്ച്വലി ഒരു പ്രൈം ടൈമിൽ നിൽക്കുന്ന 49 ഇയേഴ്സ് എന്താ പറയുക, വളരെ യങ് ഏജ് ആണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വിയോഗം ആക്ച്വലി ഇറ്റ്സ് റിയലി ഷോക്കിംഗ്. ശ്രീമതി അഞ്ജു, മനു ഭാക്കർ മാത്രമല്ല, ഈ അങ്ങനെ അദ്ദേഹം സൗരവ് ചൗധരി ആവട്ടെ, അനീഷ് ബൻവാല ആവട്ടെ, ചിങ്കി യാദവ് ആവട്ടെ, അദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ മികവ് നേടിയ ഒരുപാട് താരങ്ങളുണ്ട്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ഈ ഇന്ത്യക്ക് ഷൂട്ടിങ്ങിൽ ഒരു വലിയ അഭിമാനത്തിന്റെ ഒരു ടെറൈനുണ്ട്. ആ ടെറൈനെ വഴിവെട്ടി മുന്നേ നടന്ന ആൾ എന്നതുകൂടി ഉണ്ട് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ. തീർച്ചയായിട്ടും. കാരണം ആക്ച്വലി ഒരു നോർമൽ ലെവലിൽ നിന്ന് മാറി ചിന്തിച്ച ഒരു അത്ലീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കോച്ച് എന്ന് പറയാം. ഈവൻ സ്വന്തം കരിയർ ആണെങ്കിൽ തന്നെ മൾട്ടിപ്പിൾ മെഡൽ കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ ഇന്ത്യയിൽ വളരെ കുറച്ച് മെഡലുകൾ വളരെ കുറച്ച് അത്ലീറ്റ്സ് പെർഫോം ചെയ്തിരുന്ന സമയത്ത് തിളങ്ങി നിന്ന ഒരു അത്ലീറ്റാണ്. ഏഷ്യൻ ഗെയിംസിലാണെങ്കിലും കോമൺവെൽത്തിൽ മൾട്ടിപ്പിൾ മെഡൽസ് 15 മെഡൽസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ സംതിങ് ഗ്രേറ്റ്. അങ്ങനെ ഒരു അത്ലീറ്റാണ്. നമ്മളൊക്കെ ആരാധനയോടെ നമ്മളൊക്കെ തുടങ്ങിയ സമയത്ത് നോക്കി നിന്ന ഒരു അത്ലീറ്റും കൂടെയാണ്. അപ്പോൾ രണ്ട് മേഖലയിലും അത്ലറ്റും കോച്ചുമായിട്ടും ഇപ്പം മനു ഭാക്കർ മാത്രമല്ല, അസീസഡ് വേറെ ധാരാളം ജൂനിയർ അത്ലീറ്റ്സിനെ ട്രെയിനിങ് കൊടുക്കുന്ന സമയമായിരുന്നു ഇത്. അടുത്ത കോമ്പറ്റീഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു അത്. ഈവൻ എനിക്കറിയില്ല മനു ആക്ച്വലി ഹൗ ഷി വിൽ ഡീൽ വിത്ത് ദിസ്. ഇറ്റ്സ് ഡോണ്ട് നോ ഹൗ ടു സേ.